ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആണ്. എക്സെപ്റ്റ് സോറി, വെളുപ്പാങ്കാലത്ത് നമ്മൾ അത്താഴത്തിന് എഴുന്നേക്കൂലേ, അത് ഒഴിച്ച് ബാക്കി എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റോടെ ഞാൻ വിചാരിച്ചു വീടൊന്ന് തൂത്ത് തുടയ്ക്കാമെന്ന്. അപ്പോൾ എൻ്റെ കാട്ടിൽ മുന്നേ ഇവിടെ ഒരാൾ തൂത്ത് തുടയ്ക്കാനായിട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെയാണ് അവളെ ഞാൻ ഒന്ന് ഒതുക്കി സൈഡ് പിടിച്ച് നിർത്തി ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അവിടെ തൂത്ത് തുടച്ചും പിന്നെ മോളെ കുളിപ്പിച്ച് നമസ്കാരവും ഓതലെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അതിൻ്റെ ഇടയിൽ മോൾക്ക് ഫുഡ് കൊടുക്കുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ചെയ്തായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ കിച്ചണിൽ കയറി. ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണ് അപ്പത്തിനുണ്ടെങ്കിൽ ദോശയ്ക്ക് അരി വെള്ളത്തിരണം, ഉഴുന്ന് വെള്ളത്തിരണം. ഇത് രണ്ടും നടക്കുന്നില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഇന്ന് ഞാൻ അത്താഴത്തിന് എഴുന്നേറ്റപ്പോഴത്തേനും ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ മലക്കറിയും വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ സമയത്ത് നോമ്പ് സമയത്ത് നമ്മൾ മലക്കറിയൊക്കെ വാങ്ങിച്ചാൽ എന്തായാലും അത് വേസ്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ മേടിച്ചില്ല. ഉള്ള വെജിറ്റബിൾസ് വെച്ച് ഒരു തട്ടിക്കൂട് സാമ്പാറാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ സാമ്പാറാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പൊരിപ്പായിട്ട് ഉഴുന്നുവടയും പിന്നെ വേറെ എന്തെങ്കിലും ആക്കാന്ന്, ഇങ്ങനെ വേറെ എന്താണെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഉഴുന്നുവട ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇക്ക ഇല്ലേ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നീ എല്ലാ വീഡിയോസിലും നീ ആയിരുന്നു. ഇക്ക മാത്രമല്ല, എൻ്റെ അടുത്ത് വേറെ രണ്ട് മൂന്ന് പേര് പറഞ്ഞു ചില വേർഡ്സ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ടെന്ന്. പക്ഷെ അതങ്ങ് വായിന്ന് വന്നു പോണതാന്നേ, ഞാൻ മനഃപൂർവ്വം പറയുന്നതൊന്നും അല്ല. അതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ആയിരുന്നു അല്ലെങ്കിൽ ചില വേറെ ഒന്ന് രണ്ട് വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം സംഭവിക്കുന്നില്ല. ഞാൻ മാക്സിമം എൻ്റെ ട്രൈ ചെയ്യാം ഇനി അത് റിപ്പീറ്റ് വരുന്നത് കുറയ്ക്കാനായിട്ട്. ഒറ്റയടിക്ക് എനിക്കിപ്പോൾ സ്ഥിരം സംസാരിക്കുന്നത് നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ കുറച്ചിരിക്കും. അപ്പം ഞാൻ ഉഴുന്നുവട ആക്കാനായിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ ഈ ഉഴുന്നുവട ആക്കാൻ ആരാന്നറിയാൻ പഠിപ്പിച്ചേ, ഞങ്ങൾ ബാംഗ്ലൂർ പോയ സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് താമസിച്ച ബിൽഡിങ്ങിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു തമിഴ്നാട് ഫാമിലി ആയിരുന്നു, അക്കായും അണ്ണായും. അക്കയുടെ പേര് പത്മിനി അക്ക എന്നാണ്. അപ്പോൾ അക്കയാണ് എന്നെ ഉഴുന്നുവട ആക്കാൻ പഠിപ്പിച്ചത്. മീൻസ് ഞാൻ ഉഴുന്നുവട ഒന്നാമത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ അക്ക നല്ല അടിപൊളിയായിട്ട് ഉഴുന്നുവടയാക്കും. അടിപൊളി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അക്ക തന്നാണ് ഞാൻ തക്കാളി സാദം, സാമ്പാർ സാദം, തൈര് സാദം, പിന്നെ എന്തുവാണ് അങ്ങനെ വെറൈറ്റി. പിന്നെ ഈ തമിഴ്നാട് ഒരു കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തുവാണ് അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഞാൻ അക്ക തന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അക്കയുടെ സാമ്പാർ സാദവും തക്കാളി സാദവും ഏറ്റവും കൂടുതൽ അടിപൊളിയാണ്. ആ സാമ്പാർ സാദം കിടിലമാണ്. ഫസ്റ്റ് തന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ അക്ക ഇങ്ങനെ ആക്കുമ്പോൾ എപ്പോൾ ആക്കിയാലും എനിക്ക് കൊണ്ടുതരും. അപ്പൊ കഴിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നല്ലല്ലോ, മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറെ പോയപ്പോഴും അക്ക ഇടയ്ക്ക് വരെയും ഞങ്ങൾ ഇടയ്ക്ക് പോയി കണക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പൊ അക്ക അങ്ങ് തിരിച്ച് ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അക്കാരുടെയും ട്രാൻസ്ഫർ മേടിച്ച് തിരിച്ച് ചെന്നൈക്ക് പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ലൈഫിലൊക്കെ കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അക്കയാണ് എന്നെ ഉഴുന്നുവട ആക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ ഉഴുന്നുവടയിൽ ഈ കറക്റ്റ് തുള വരൂലേ, അതൊക്കെ അക്ക എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ അന്നൊക്കെ സ്ഥിരം ആക്കുമ്പോഴത്തേക്ക് അതെനിക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറേ നാൾക്ക് ശേഷം ആക്കിയപ്പോഴത്തേക്കും ആ ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ടേസ്റ്റും ചെറുതായിട്ടൊരു കട്ടി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അക്ക കറക്റ്റ് ആയിരുന്നു. അക്ക ഉണ്ടാക്കുന്ന ഉഴുന്നുവടയൊക്കെ അടിപൊളിയാണ്. പിന്നെ നോക്കിയപ്പം ഫ്രിഡ്ജിൽ പനീർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ പനീർ വെച്ചിട്ട് ഞാൻ എന്തോ ആക്കും. നോമ്പിന് മുന്നേ മേടിച്ചതാണ് ചപ്പാത്തിയുടെ കൂടെ ആക്കാനായിട്ട്. എന്തോ ആക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു പനീർ കട്ട്ലറ്റ് ആക്കാം. അപ്പം ഇക്കാർന്ന് നീ കട്ട്ലറ്റ് ഒന്ന് മാറ്റി പിടിക്കുക. എന്നിട്ട് ഞാൻ പിന്നെ വേറെ എന്തോ ആക്കാനാ പനീർ വെച്ചിട്ട് അങ്ങനെ പിന്നെ കട്ട്ലറ്റിനെ ആക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് പൈനാപ്പിൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അങ്ങനെ അത് പിന്നെ ആക്കി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുമ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആ ഒരു കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ മാക്സിമം നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുറേ നേരം കിച്ചണിൽ നിന്നപ്പോഴത്തേക്ക് എനിക്ക് കാല് കഴിച്ച് പിന്നെ ഞാൻ സ്ലാബിൻ്റെ മുകളിൽ കയറി ഇരുന്നാണ് അത് അരിച്ചൊക്കെ എടുത്തത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇക്ക പറഞ്ഞു ഇക്ക കഴുകാമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, എന്തായാലും ഇത്രയായാലും കുറച്ച് പാത്രമല്ലേ ഉള്ളൂ. ഓൾറെഡി ഞാൻ മൊത്തത്തിൽ കിച്ചണിൽ നിൽക്കുവാണല്ലോ, പിന്നെ ഞാൻ കഴുകാമെന്ന് വിചാരിച്ച് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം പിന്നെ എടുത്തു വെച്ചായിരുന്നു. പനീർ കട്ട്ലറ്റും ഉഴുന്നുവടയെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. പിന്നെ മുന്തിരി മേടിച്ചില്ലേ തലേ ദിവസം, അതൊക്കെ ഞാൻ ഉപ്പിട്ട് കഴുകി നീറ്റാക്കി എടുത്ത് വെച്ചായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മുന്തിരിയും പിന്നെ അനാറും ഡേറ്റ്സും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയൊരു സൈസ് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തില്ല. പിന്നെ സമയമായപ്പോൾ ഞാൻ ചായയും ഇട്ട് കുറച്ച് നേരം ഇക്കാക്കി ജ്യൂസിന് നല്ല തണുപ്പ് വേണം. പക്ഷെ ഞാൻ എപ്പോൾ അടിച്ചാലും ജ്യൂസിന് തണുപ്പ് കിട്ടാറില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ ലേറ്റ് ആവാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തണുപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാം ആയിരുന്നു. ഇതാണ് കുഴപ്പം.
നമ്മൾ സെറ്റാക്കും ഗൈസ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ മോൾ ഇവിടെ ഫസ്റ്റ് നോമ്പ്, ഞാൻ ഫസ്റ്റ് എന്നും പറഞ്ഞ് നോമ്പ് കുറിക്കാൻ അവിടെ വന്നിരിപ്പുണ്ട്. ഈ തുള്ളലാണ്, ഈ ചാട്ടമുണ്ട്, കാണുമ്പോൾ എന്തോ അവൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാവിലെ നമസ്കാരം ഓതലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സാമ്പാർ താളിച്ചതും. പിന്നെന്തുവാണ്, ദോശയുടെ മാവെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അത് പുളിച്ച് കാണുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ചൂട് കൊണ്ടോ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടോ ഒന്നും, ഞാൻ 10 മണിക്ക് ശേഷം മറ്റാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് പുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവളെ ആളെ തറയിലൊന്നും ഇരിക്കത്തില്ല, പിന്നെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കത്ത് കയറി അവളെയും വെച്ച് സാമ്പാറൊക്കെ താളിച്ച് ദോശയൊക്കെ നല്ല ചൂടോടെ ചുട്ട്. ഞാൻ ചില സമയത്ത് വയ്ക്കുമ്പോൾ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്, ചില സമയത്ത് വൻ ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇക്കാക്ക് ഇഷ്ടമാണ് ഇടയ്ക്കെങ്കിലും ഒക്കെ സാമ്പാറും ദോശയൊക്കെ. ഇക്കാക്കും എൻ്റെ കല്യാണ സമയത്ത് ഇക്കാക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനം ദോശയായിരുന്നു. ഇക്ക എപ്പോഴും പറയുന്നത് എനിക്ക് എന്താക്കി തന്നാലും ദോശയാക്കി തരലേന്ന്. അന്ന് പിന്നെ സ്ഥിരം ദോശയായിരിക്കും ആ ഒരു ടൈമിൽ. എനിക്കിപ്പോൾ അതൊക്കെ ഓർമ്മ വന്നത്. പിന്നെ ഞാൻ സാമ്പാറും താളിച്ച് ദോശയും ചുട്ട് ചൂടോടെ കഴിച്ചിട്ട് ഇക്ക നേരെ കഴിച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇക്ക നേരെ പള്ളിയിൽ പോയി. ആ ഒരു സമയത്ത് പിന്നെ ഞാനും മോളും ഒരു യുദ്ധമാണ് അവളെ ഉറക്കാനായിട്ട്. പിന്നെ ഞാനും ഫുഡ് കഴിച്ച് അവൾക്കും ഫുഡ് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം ആളിങ്ങനെ കിടന്ന് കഥയൊക്കെ പറഞ്ഞ് കുറേ കളിച്ച് കുറേ ടൈം എടുത്തിട്ടേ ഉറങ്ങാറുള്ളൂ. പകലാണെങ്കിൽ ഒരു തുള്ളി ഉറങ്ങാറുമില്ല. അപ്പോൾ രാത്രി നേരത്തെ അതുമില്ല. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇക്കായും കൂടെ പോയി ഞാനും അവളും ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെയും കൊച്ചിന് ബോറടിക്കും. എന്നെ വലിയ കളിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് കൊച്ചിന് ബോറടിച്ച് കൊച്ച് പിന്നെ ഇനിയിപ്പോൾ ഉറങ്ങിക്കളയാന്ന് പറഞ്ഞ് ആ ഒരു രീതിക്ക് അങ്ങ് കിടന്നങ്ങ് ഉറങ്ങാറുണ്ട്. ഇക്കായും കൂടെ ഉണ്ടെങ്കിൽ തീയോട് കുരുത്തക്കേടും കളിയും എല്ലാം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഉറങ്ങാൻ നല്ല ലേറ്റ് ആവും. അപ്പോൾ ഇക്ക പള്ളിയിൽ പോകുന്ന സമയം തന്നെ ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം അവളെ ഉറക്കാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇക്ക വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി ഡോറ് തുറന്നിട്ട് ഞങ്ങൾ ബെഡ്റൂമിൻ്റെ ഡോറ് അടിച്ച് അവളെ കിടത്തി ഉറക്കാറാണ് പതിവ്. അങ്ങനെ ഇന്നും ആൾ നേരത്തെ എന്നല്ല, ഇക്ക പള്ളിയിൽ നിന്ന് കറക്റ്റ് വരുന്ന സമയമായപ്പോഴത്തേനും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗൊന്നും എടുക്കുന്നില്ല, ഷോർട്സ് മാത്രം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഡെയിലി സെയിം കാര്യങ്ങളാണല്ലോ റിപ്പീറ്റായിട്ട് സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഷോർട്സാണ് എടുക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകതയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. പുതിയ വ്ളോഗ്